ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചക്കക്കുരു കൊണ്ടിട്ട് നല്ലൊരു അടിപൊളി കട്ട്ലറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പല ടൈപ്പിലുള്ളതായ കട്ട്ലറ്റൊക്കെ കഴിച്ചിട്ടുണ്ട് അല്ലേ? വെജിറ്റബിൾ കട്ട്ലറ്റ്, ബീഫ് കട്ട്ലറ്റ്, ചിക്കൻ കട്ട്ലറ്റ്, അങ്ങനെ പലതരത്തിലുള്ളതായ കട്ട്ലറ്റ് നമ്മൾ കഴിച്ചിട്ടുണ്ട്. എങ്കിലും അതേപോലെ തന്നെ ടേസ്റ്റുള്ളതായ ഈ ചക്കക്കുരു കട്ട്ലറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ചക്കക്കുരു കട്ട്ലറ്റിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചക്കക്കുരു നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് മിക്സിയിൽ പൊടിച്ചുകൊണ്ട് വരണം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് നമ്മൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ കട്ട്ലറ്റിന് ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമ്മൾ കുറച്ച് പച്ചക്കറികളൂടെ അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഹാഫ് നമ്മുടെ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, ഒരു സവോള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, ആവശ്യത്തിന് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ സ്വല്പം പുതിനയില എടുത്തിട്ടുണ്ട്. പുതിനയില ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. മല്ലിയില ഉണ്ടെങ്കിൽ അതും ഇടാം, നല്ലൊരു ടേസ്റ്റാണ്. അപ്പം നമുക്കതെല്ലാം അരിഞ്ഞുകൊണ്ട് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചക്കക്കുരു പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ പച്ചക്കറികളെല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് റസ്കിൻ്റെ പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു 5-6 പീസ് റസ്ക് എടുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ അത് നമ്മൾ പൊടിച്ചെടുത്താലും മതിയാകും. അപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ മഞ്ഞ കരുവോടുകൂടിയാണ് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ തവ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാനതോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കേണ്ട, 2 സ്പൂൺ എണ്ണയുടെ ആവശ്യമേ ഉള്ളൂ. ഇനി അതിനകത്തോട്ട് നമുക്ക് പച്ചമുളകും നമ്മുടെ ഉള്ളിയും കൂടെ അരിഞ്ഞത് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളി വാടാനായിട്ട് സ്വല്പം ഉപ്പ് അതിനകത്തോട്ട് ഇടാം. അതൊന്ന് വാടട്ടെ. ഉള്ളി ഒന്ന് വാടുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ക്യാരറ്റും ബീട്രൂട്ടും കറിവേപ്പിലയും നമ്മുടെ പുതിനയിലയും എല്ലാം കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് വാടട്ടെ. അപ്പോൾ നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും എല്ലാം ഒന്ന് വാടിയിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ എരിവൊക്കെ നമ്മൾ അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ച് വേണം ഇടാനായിട്ട്. ഇത് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം ചേർക്കേണ്ടത്. നമ്മുടെ ചക്കക്കുരു ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മസാല എല്ലായിടവും ചേരണം. എന്നിട്ട് ഇതിനകത്ത് ഉപ്പൊക്കെ നോക്കണം. നമ്മൾ ഉപ്പ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ സ്വല്പം കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കാം. എല്ലാം നല്ലതുപോലെ മിക്സ് ആവണം. അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബീഫോ ചിക്കൻ മിൻസ് ചെയ്തതോ ഒക്കെ നമുക്കതിനകത്ത് ഇട്ട് കൊടുക്കാൻ വേണമെങ്കിൽ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് തന്നെ നല്ല അടിപൊളിയാണ്. ഞാൻ ഉണ്ടാക്കി ടേസ്റ്റ് നോക്കിയതിന് ശേഷമാണ് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം മസാല എല്ലായിടും നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ചക്കക്കുരു മസാല ഉണ്ടല്ലോ, നമ്മൾ നല്ലതുപോലെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് ആ മസാല എല്ലാം എല്ലായിടും ഒന്ന് പിടിക്കണം. ഇനി നമുക്കതെല്ലാം ഷേപ്പാക്കി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു നമ്മൾ ഇങ്ങനെ മസാലയൊക്കെ തേച്ച് നല്ല ഷേപ്പാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ റസ്കിൻ്റെ പൊടിക്കകത്തും മുട്ടയ്ക്കകത്തും ഒക്കെ മുക്കിയിട്ട് നമുക്കിനി വറക്കാം. അപ്പോൾ നമ്മൾ ഈ മുട്ടയ്ക്കകത്തൊന്ന് മുക്കുക. എന്നിട്ട് നമ്മുടെ റസ്കിൻ്റെ പൊടിക്കകത്ത് നമ്മൾ നോർമലി കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ, കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കി വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതേപോലെ അങ്ങ് ചെയ്താൽ മതി. എല്ലാം ഇതേപോലെ നമുക്ക് പുരട്ടി വെക്കാം. ഇപ്പം നമ്മൾ മുട്ടയിലൊക്കെ മുക്കിയിട്ട് നമ്മുടെ റസ്കിനകത്ത് മുക്കിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ തവയിൽ എണ്ണയൊക്കെ വെച്ചിട്ടുണ്ട്, ചൂടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതിനകത്ത് ഇനി നമുക്കിനി ഓരോ നമുക്ക് ഇട്ട് കൊടുക്കാം. പരന്നൊരു പാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് എല്ലാം അങ്ങ് ഇടാം.
ഒരു സൈഡൊന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ കട്ട്ലറ്റ് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാമേ. ഒരു സൈഡ് ഫ്രൈ ആയി കഴിഞ്ഞു. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ സൈഡ് ഒന്ന് ഫ്രൈ ആയിട്ട് നമുക്ക് കോരിയെടുക്കാം. തീ ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ കോരിയെടുക്കാം. നമ്മുടെ ബീഫ് കട്ട്ലറ്റൊക്കെ മാറി നിൽക്കും കേട്ടോ. അപ്പം ബാക്കിയും കൂടെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അടുത്തതും ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കതിനകത്ത് കോരിയെടുക്കാം. അപ്പം നമ്മുടെ സൂപ്പർ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. കാണുമ്പം തന്നെ എന്ത് ഐശ്വര്യം നോക്കിക്കേ. അപ്പം കഴിക്കുമ്പോഴോ നീ എബിൻ അതിൻ്റെ രുചിയൊന്ന് നോക്കട്ടെ. എബിൻ എന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് നിങ്ങളോട് പറയും. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചക്കക്കുരു വടയായിരുന്നു ടേസ്റ്റ് ചെയ്തത്. ഇന്ന് അങ്ങനെ നമ്മൾ ചക്കക്കുരു കട്ട്ലറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. നല്ല പ്രോഗ്രസ് ഉണ്ട് മമ്മിക്ക്. എന്തായാലും നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ സാധാരണ കട്ട്ലറ്റൊക്കെ തുറക്കുന്ന പോലെ തന്നെ നല്ല ക്രഞ്ചി ആയിട്ടുണ്ട് നമ്മുടെ ക്രസ്റ്റ്. ഇനി എന്തായാലും നമ്മുടെ ടൊമാറ്റോ സോസിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നമ്മുടെ നോർമൽ കട്ട്ലറ്റ് പോലല്ല കേട്ടോ. അകത്ത് നമ്മുടെ പൊട്ടാറ്റോ സ്റ്റഫിങ് പോലെ തന്നെ ഒരു ഫീലാണ് കിട്ടുന്നത്. ഇതാന്ന് പറയത്തില്ല കേട്ടോ, ചക്കക്കുരു ആന്ന് പറയത്തില്ല. നൈസ്. നമ്മൾ പുതിയ ഓരോന്നൊക്കെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്. നിങ്ങളും പരീക്ഷിക്കുക. ചക്കക്കുരു വെറുതെ കളയണ്ട കേട്ടോ. ഇവിടെ ചക്കക്കുരു വെച്ച് ഇപ്പം അർമാദിക്കാവുന്നു. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നൈസാണ്, നല്ല അടിപൊളി കട്ട്ലറ്റാണ്. ഇപ്പോൾ ചിക്കനും ബീഫും ഒന്നും വേണമെന്നില്ല, വെജും വേണമെന്നില്ല. കുറച്ച് ചക്കക്കുരു അവിടെ ഇവിടെ കിടപ്പുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളി കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ചക്കക്കുരു വെച്ചിട്ട് ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അല്ലേ. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ചക്ക വെച്ചിട്ട് നമ്മൾ ചക്ക മുറുക്കുണ്ടാക്കി, ചക്കക്കുരു വെച്ചിട്ട് നല്ല അടിപൊളി വടയുണ്ടാക്കി. അതേപോലെ തന്നെ ചക്ക പച്ചയായിട്ട് തന്നെ വർഷം മുഴുവൻ സൂക്ഷിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. മാങ്ങ പച്ചയായിട്ട് സൂക്ഷിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് അതേപോലെ ചക്കയൊക്കെ തീരുന്നതിന് മുമ്പായിട്ട് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കട്ട്ലറ്റ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ ചക്കക്കുരു വെച്ചിട്ട് വടയൊക്കെ ഉണ്ടാക്കിയത് കുറേ പേര് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിച്ചിരുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിനേക്കാൾ ഇഷ്ടപ്പെടുന്നതാണ് ഈ കട്ട്ലറ്റ്. അപ്പോൾ ഈ കട്ട്ലറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ചക്കക്കുരുവൊക്കെ തീരാനുള്ള സമയം വന്നുകൊണ്ടേയിരിക്കുകയാണ്, തീരാറായി. എല്ലാവരും സൂക്ഷിച്ചൊക്കെ വയ്ക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.